ലാഹോറിൽ നിന്ന് ബഹ്റിനിലേക്ക് ഒരു വിമാനം പുറപ്പെട്ടതായി ഒരു വിവരം കൂടി ലഭിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് മാറി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു ഈ ഘട്ടത്തിൽ. അതായത് അത്രത്തോളം ദുർബലമായ രാഷ്ട്രമെന്ന് സ്വയം വിളിച്ചു പറയുന്ന തരത്തിലേക്ക് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറുന്നു എന്നുള്ളതാണ്. കറാച്ചിയിൽ നിന്ന് ഒരു വിമാനം ഇപ്പോൾ ബഹ്റിനിലേക്ക് മാറിയിരിക്കുന്നു, ബഹ്റിനിലേക്ക് പറന്നുയരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ നിന്ന് മാറിയിരിക്കുന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അത്രത്തോളം ദുർബലമായി പാകിസ്ഥാൻ മാറുന്ന കാഴ്ച ഈ രാത്രിയിൽ തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു സംഘർഷം ഉണ്ടാകുന്നു, ആ സംഘർഷത്തിന് നേരെ വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നു. ആ പ്രകോപനം തുടങ്ങി ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമുള്ള തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറുന്ന പാകിസ്ഥാനെ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ അത്രത്തോളം വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ആർമിയിൽ നിന്നുള്ള പ്രഹരം കൂടി ഏൽക്കാൻ കഴിയാൻ, അല്ലെങ്കിൽ അത് താങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ത്യൻ നേവി ഇപ്പോൾ വ്യക്തമാക്കുന്നത് യുദ്ധം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം കടുപ്പിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് INS വിക്രാന്ത് മാത്രം രംഗത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കൂടുതൽ രൂക്ഷമായ തരത്തിലേക്കുള്ള യുദ്ധം കടുപ്പിക്കാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത രീതിയിലുള്ള സൈനിക നടപടിയിലേക്ക് കടക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വെറും ഒരു പ്രകോപനത്തിനപ്പുറത്തേക്ക് ഒരു വളരെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അടിപതറി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം പിൻവാങ്ങുന്ന അവസ്ഥ, അതായത് ആ രാജ്യത്ത് നിന്ന് തന്നെ ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് പിൻവാങ്ങി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ സംഘർഷത്തിനിടയിൽ മധ്യസ്ഥ ശ്രമവുമായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. സേനകളുടെ സംയുക്തമായ ഒരു ആക്രമണം ഇപ്പോൾ നടക്കുന്നു. നാവിക സേനയും വ്യോമസേനയും വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം പാകിസ്ഥാനിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. INS വിക്രാന്തിൽ നിന്ന് വലിയ തോതിൽ മിസൈൽ വർഷം പാകിസ്ഥാന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വന്നു. അതിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കറാച്ചി തുറമുഖത്തിലേക്ക്, കറാച്ചി നാവികസേനയുടെ കേന്ദ്രത്തിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒർമാര തുറമുഖത്തിലേക്ക് മിസൈലുകൾ വർഷിക്കുന്നു. അവിടെയെല്ലാം വലിയ തരത്തിലുള്ള സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് മറ്റു മേഖലകളിൽ, ഇസ്ലാമാബാദിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു, കറാച്ചിയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പല മേഖലകളിൽ ഇപ്പോൾ സ്ഫോടനം ഉണ്ടാവുകയും ആളുകൾ വലിയ തരത്തിൽ ഭയചകിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിലാണ് കൊറ്റയിൽ ബലൂചിസ്ഥാൻ ആർമിയുടെ വലിയ ആക്രമണം ഉണ്ടാവുകയും കൊറ്റ ബലൂചിസ്ഥാൻ മേഖല പിടിച്ചെടുത്തിരിക്കുന്നു എന്നും പാകിസ്ഥാൻ സൈന്യം അവിടെ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഒരേ സമയം രണ്ട് മേഖലകളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക്, ആഭ്യന്തരമായി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് പാകിസ്ഥാന്റെ അവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ. ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വാർത്തകൾ അതാണ്. ആ തരത്തിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ സൈനിക നേതൃത്വത്തിനുള്ളിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. സൈനിക നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സംഘർഷത്തിന് ഉത്തരവാദികൾ ആര് എന്നതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ പരസ്പരം പഴിചാരുന്ന സാഹചര്യം ഉണ്ടാകുന്നു.